അസ്സലാമു അലൈക്കും. ലെനോസ് ഫ്ലേവേഴ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയക്കോറ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 6-7 കഷ്ണം അയക്കോറ ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയക്കോറക്ക് തേക്കാനുള്ള നമുക്ക് മസാല ഇവിടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു നുള്ള് ഗരം മസാല എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയ ഗരം മസാല ആയതുകൊണ്ട് എനിക്ക് കുറച്ചിട്ടാൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ അതിൻ്റെ വരുന്നുണ്ട്. നിങ്ങളുടെ ഗരം മസാല നിങ്ങൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ ഇടുക കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ സുർക്ക, കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് നന്നായിട്ട് ആ മസാല ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതേപോലെ ഓരോ മീനിനും ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. നന്നായി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യണം, ഫ്രിഡ്ജിൽ അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മുടെ ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മസാല നമുക്ക് അതിനുള്ള ഫ്രൈക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. ഒരു 2 സവോള ഇതേപോലെ നീളത്തിലരിഞ്ഞത്, പിന്നെ അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി ചതച്ചതും കൂടിയിട്ട് 10 മിനിറ്റോളം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് വഴറ്റണം. നന്നായി വഴണ്ടി വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി മാത്രം നന്നായിട്ട് എന്ത് ചെയ്യുക, നല്ല വലിയ തക്കാളി, പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ നീളത്തിലരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നന്നായി വഴറ്റണം. നന്നായി വഴറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു 2 വറ്റൽ മുളക് കീറിയത് ഇട്ടിട്ടുണ്ട്, ഒരു 2-3 വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ പൊടികളൊക്കെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക കേട്ടോ. ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അതിന് ഇടാൻ പോകുന്നത് ഒരു 3-4 മിനിറ്റ് നമ്മളിങ്ങനെ വേവിക്കണം. അങ്ങനെ പൊടികളൊക്കെ നന്നായി വേവണം. ഇനി ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ സ്വീറ്റ് സോയാ സോസും 1/2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതും വീണ്ടും നമ്മളൊരു 3-4 മിനിറ്റ് എന്ത് ചെയ്യുക, അങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ എനിക്ക് കറിയേക്കാൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അയക്കോറയുടെ ഈ ഫ്രൈ ആണ്. ടേസ്റ്റ് ഭയങ്കരമായിട്ടുള്ളത് ഈ ഫ്രൈക്കാണ് കറിയേക്കാളും കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം അതിലോട്ട് എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ വെള്ളം, അതായത് ഈ മസാല ഒന്ന് തിളച്ച് വരുന്നൊരു സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മീനും നമുക്ക് ഇതിൽ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് മീൻ നന്നായിട്ട് ഇതിൽ കിടന്ന് വേവണം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഉപ്പൊക്കെ ഞാനിപ്പോൾ നോക്കി നോക്കുമ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഉപ്പ് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇതേപോലെ കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് പെരുംജീരകവും അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ സുർക്കയും കൂടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ച് വന്ന ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഒരു 10 മിനിറ്റോളം എന്ത് ചെയ്യുക, നമുക്കിത് വേവിച്ചെടുക്കാം. മീൻ ഓൾറെഡി വെന്തതാണെങ്കിലും ഞാൻ ഇതേപോലെ ഒരു 10 മിനിറ്റോളം എന്ത് ചെയ്യുന്നുണ്ട്, വേവിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ഒരു അടാറ് സംഭവം തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക. അടുത്ത റെസിപ്പിയായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.